വേദിയിലുള്ള ജനാധിപത്യ കേരളത്തിലെ സമുന്നതരായ നേതാക്കളെ, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏവർക്കും കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഏപ്രിൽ 14 നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും മഹാന്മാരിൽ ഒരാളായിട്ടുള്ള പ്രിയപ്പെട്ട വി.ആർ. അംബേദ്കർ അവരുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു മഹത്തായ സുദിനമാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ അത് ഏറ്റവും മൗലികമായ അടിത്തറകളോടുകൂടി തന്നെ ഈ രാജ്യത്ത് സ്ഥാപിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനാവശ്യമായ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം അത് ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്റെ പ്രാധാന്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ രാജ്യത്തോട് വിളംബരം ചെയ്ത ആ ഒരു മഹാനുഭാവൻ, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് ഈ കാലഘട്ടത്തിൽ പോലും പ്രസക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജില്ലയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചനുജൻ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഒരു സമുദായം, ഒരു സമൂഹം എത്രമാത്രം അപകർഷതാപരമായ നിലപാടുകളുമായിട്ടാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ പോലും ജാതീയതയുടെ കരാള ഹസ്തങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ഇത്തരം സമ്മേളനങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഏപ്രിൽ 14 ഒരു ബഹുജന സദസ്സായി പാർട്ടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ. തീർച്ചയായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഈ രാജ്യത്ത് വളരെ മനോഹരമായി സംസ്ഥാപിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തെ സാക്ഷി നിർത്തി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ദിനത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ചും പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മുടെ നേതാക്കൾ ഉൾപ്പെടെ, ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം മഹത്തായ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. പാർട്ടിയുടെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ കരിപ്പുഴ അവர்களാണ് ഈ മഹത്തായ സംഗമത്തിന് അധ്യക്ഷത പദം അലങ്കരിക്കുന്നത്. പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാറിനെ വളരെ ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഈ യോഗത്തിന്റെ പേരിലും ഹൃദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് വെൽഫെയർ പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി അവർകളാണ്. അദ്ദേഹത്തെയും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ സംഗമത്തിന് വേണ്ടി കൃത്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനായി എത്തിയിട്ടുള്ളത് പ്രിയങ്കരിയായ മൃദുല ദേവി അവർകളാണ്. പാഠഭേദം മാസികയുടെ എഡിറ്ററും ഈ രാജ്യത്തിന്റെ സാമൂഹ്യ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വവുമായിട്ടുള്ള പ്രിയപ്പെട്ട മൃദുല ദേവി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ശ്രീ ജെയ്സ് പാണ്ഡനാട് അവர்களെ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കൃത്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കാമെന്ന് എത്തിയിട്ടുള്ള ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന AKCHMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള AK സജീവ് അവർകൾ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഈ യോഗത്തിന്റെ പേരിലും കൃത്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തീർച്ചയായും ഇവിടെ അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ അത് ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്നത് വരെയുള്ള പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടി എന്നും വളരെ കൃത്യമായി തന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മഹത്തായ ഈ ബഹുജന സദസ്സിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീമതി അർച്ചന പ്രജിത്താണ്. അർച്ചനയെയും ഈ യോഗത്തിലേക്ക് വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തീർച്ചയായും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അംബേദ്കറുടെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.